കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുതമ്പുരാൻ ക്രൂശിലെ തീവ്രവേദനകൾക്കിടയിലും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ മറ്റുള്ളവരെ അനുഗ്രഹിച്ചും ആശീർവദിച്ചും കൊണ്ടുമാണ് ക്രൂശിൽ മരിച്ചത്. ക്രിസ്തുവിൻ്റെ മരണം കണ്ടുകൊണ്ടു നിന്ന ശതാധിപൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നുവെന്ന്. സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കരത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശുതമ്പുരാൻ മരണം പുൽകി. മനുഷ്യൻ്റെ അവസാന ശത്രുവായ മരണത്തെ മരണം കൊണ്ട് കീഴ്പ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റു. 1 കൊരിന്ത്യർ 15:55. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് പരിശുദ്ധ പൗലോസ്ലീഹ സ്തോത്രം കരേറ്റുന്നു. എന്നാൽ ക്രൂശിൽ ഏറ്റുവാൻ തിടുക്കം കൂട്ടിയവർ യേശുവിൻ്റെ മരണത്തിൽ ഭയപ്പെട്ടുപോയി. തന്മൂലം അവർ യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി. കാൽവറി ക്രൂശിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്, മരിക്കുമ്പോഴും ക്രിസ്തു കാരുണ്യവാനായിരുന്നു എന്നതാണ്. യേശു ക്രൂശിൽ ഉച്ചരിച്ച 7 മൊഴികളിൽ 3 കരുണയുടേതായിരുന്നു. ഒന്ന്, ക്ഷമിക്കുന്ന കരുണ. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് 23:34. അറിവില്ലായ്മ കൊണ്ടാണ് തന്നെ ക്രൂശിച്ചത് എന്ന് പറഞ്ഞ് പിതാവിനോട് അവർക്ക് വേണ്ടി ക്ഷമ ചോദിച്ച് ക്ഷമിച്ചുകൊണ്ട് യേശു മരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 3:17 പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്നാണ്. 1 കൊരിന്ത്യർ 2:8 പൗലോസ്ലീഹ പറയുന്നു, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന്. മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഇല്ലാതെ മരിക്കുവാൻ കഴിയുന്നവർക്കേ ദൈവത്തെ കണ്ടുകൊണ്ട് മരിക്കുവാൻ കഴിയൂ. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ, ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും പ്രമാണിക്കാത്തവരെപ്പറ്റി സ്തെഫാനോസ് ഷമ്മാശൻ നടത്തിയ പ്രസംഗം കേട്ടവർ കോപ പരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അപ്പോൾ സ്തെഫാനോസ് കണ്ടത് എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 7:56 സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതുമാണ്. കല്ലേറുകൊള്ളുമ്പോഴും തൻ്റെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുന്നതിനും കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കുന്നതിനും പ്രാർത്ഥിച്ച് സ്വർഗീയ ദൃശ്യം കണ്ടുകൊണ്ടാണ് സ്തെഫാനോസ് മരിച്ചത്. അതെ, ക്ഷമിക്കുന്നവർ ദൈവത്തെ കണ്ടുമരിക്കും. 2, പറുദീസ നൽകുന്ന കരുണ. യേശു അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് സഹകള്ളനോട് പറഞ്ഞ നല്ല കള്ളൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് 23:43. യേശു കർത്താവാണെന്നും രാജത്വം പ്രാപിക്കുമെന്നും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ആ കുഞ്ഞു പ്രാർത്ഥന കള്ളന് പറുദീസ കൊടുത്തു. എല്ലാ നല്ല വെള്ളിയാഴ്ചയും നാം ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കും, യേശുവേ, ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ എന്ന്. ഓർമ്മയുടെ അനുഷ്ഠാനമായ വിശുദ്ധ കുർബാന ദൈവം നമ്മെ ഓർക്കുന്നതിനും ദൈവത്തെ നാം ഓർക്കുന്നതിനുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ, ഞങ്ങളെയും ഓർക്കേണമേ. 3, കരുതുന്ന കരുണ. യോഹന്നാൻ സുവിശേഷം 19:26-27 വാക്യങ്ങളിൽ സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്നും ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് യേശുതമ്പുരാൻ അവരെ പരസ്പരം ഏൽപ്പിക്കുന്നു.
അപ്പോൾ മുതൽ ശിഷ്യൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ മരണം വരെ യോഹന്നാൻ യെരുശലേമിൽ താമസിച്ചു. അതിനുശേഷം മാത്രമാണ് എഫേസസിലേക്ക് പോയത്. വിശുദ്ധ മറിയാമിന് യോഹന്നാന് മകനായി കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ കരുണ. ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒറ്റക്കണ്ണനായ പടയാളിയെപ്പറ്റിയൊരു കഥയുണ്ടല്ലോ. കൽവറിയിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനെ ശരിക്കും ഉപദ്രവിച്ചു ആ പടയാളി. ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് അയാൾ കുന്തം കൊണ്ട് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുവിൻ്റെ രക്തം ഒറ്റക്കണ്ണൻ പടയാളിയുടെ കാഴ്ചയില്ലാത്ത കണ്ണിലേക്ക് വീണു. അയാൾക്ക് കാഴ്ച കിട്ടി. തന്നെ കുത്തിയവന് കാഴ്ച കൊടുക്കുന്ന യേശുതമ്പുരാൻ. സക്കറിയാ പ്രവചനം 13:1. അന്നാളിൽ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അതെ, കൽവറിയിൽ യാഗമായ ക്രിസ്തുവിൻ്റെ രക്തം പാപപരിഹാരത്തിനുള്ള ഉറവയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. കാൽവറി ക്രൂശിലും കരുണ ചെയ്ത യേശുവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.